ഇനി ഇത് ഇന്ത്യ എടുത്തു കാണിച്ചിരിക്കുന്നത് എന്താണ്? അമേരിക്കയെ നിങ്ങൾ ഹിപ്പോക്രറ്റ് ആണെന്ന് അമേരിക്കയ്ക്ക് നേരെ വിരൽ ചൂണ്ടാനാണ് ഇന്ത്യ എടുത്തു കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രശ്നം ഇതല്ല. ഇപ്പോ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ഓയിൽ മാത്രമല്ല വാങ്ങിക്കുന്നത്, ഗ്യാസ് വാങ്ങിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, കടലിനടിയിലൂടെ വരാൻ ടണലുകൾ ഇട്ടാണ് അവര് ഈ നാച്ചുറൽ ഗ്യാസും ഇങ്ങനെയുള്ള സാധനങ്ങൾ, പല രീതിയിലുള്ള സാധനങ്ങൾ മാറ്റി. ഇവിടെ സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വാങ്ങിച്ചുകൊണ്ടിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനുമായിട്ട് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയുടെ മേളിലുള്ള ആശ്രയത്വം കുറച്ചു കൊണ്ടുവരുന്നു. അതാണ് പോയിന്റ്. കുറച്ചു കൊണ്ടുവരുന്നു. എന്നാൽ ഇന്ത്യ കേവലം 2% താഴെ മാത്രം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ യുക്രൈനെ റഷ്യ അടിക്കാനായിട്ട് വാറ് നടക്കുമ്പോൾ റഷ്യയുടെ യുദ്ധത്തെ ഫണ്ട് ചെയ്യാനായിട്ട് നമ്മൾ 2% മാത്രം വാങ്ങിച്ചുകൊണ്ട്, അല്ലെ അതിലും താഴെ വാങ്ങിച്ചുകൊണ്ട്, നെഗ്ലിജന്റ് എമൗണ്ട് മാത്രം വാങ്ങിച്ചുകൊണ്ടിരുന്ന റഷ്യൻ എണ്ണ കൂട്ടിക്കൊണ്ടുവരുന്നു. ഇവിടെ യൂറോപ്പ് റഷ്യക്ക് അഡിക്റ്റഡ് ആണ് എണ്ണയുടെയും നാച്ചുറൽ ഗ്യാസിന്റെയും കാര്യത്തിൽ. അത് അവിടെ നമ്മൾ മനസ്സിലാക്കാം. അവരങ്ങനെ അത്ര വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കുറച്ചു കൊണ്ടുവരുന്നു. അവർ യുക്രൈന് വേണ്ടിയാണ് കുറച്ചു കൊണ്ടുവരുന്നത്. പക്ഷെ ഇന്ത്യ നമ്മൾ ആ ഏരിയയിലേ ഇല്ലാത്ത നമ്മൾ കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് രണ്ട് സിഗ്നൽ അല്ലേ? ഇത് രണ്ടിനെ ഒരേപോലെ ഇക്വേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ അതേ കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഇത് അറിയാവുന്നതാണ്. ഈ യൂറോപ്പ് വാങ്ങിക്കുന്നുണ്ട്, ഓയിൽ വാങ്ങിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അന്നേ അറിയാവുന്ന കാര്യമാണ്, അന്നേ പറയുന്ന കാര്യമാണ്. ജയശങ്കർ അത് പറഞ്ഞിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്നാൽ ഇതിനകത്തെ ഒരു വിഷയം, അതുകൊണ്ടാണ് സെലൻസ്കി പറഞ്ഞത്. സെലൻസ്കി എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ച് പറയാത്തത്? സെലൻസ്കിക്ക് അറിയാം, ഈവൻ ഈ റഷ്യയുടെ ഒരു പൈപ്പ് പോകുന്നത് തന്നെ യുക്രൈനിലൂടെയാണ്. ഈ പോളണ്ടിലേക്കും ജർമ്മനിയിലേക്കൊക്കെ ഉള്ള പൈപ്പുകൾ പോകുന്നത് നാച്ചുറൽ ഗ്യാസിന് ഇപ്പോഴും യുക്രൈനിലൂടെയാണ് പോകുന്നത്. അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ട്രേഡ് റിലേഷൻഷിപ്പാണ്. അതൊക്കെയാണ് ഫോർഗോ ചെയ്യാനും സാക്രിഫൈസ് ചെയ്യാനും ഒക്കെ ഇവർ ശ്രമിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. അവർക്ക് ആത്മാർത്ഥതയില്ല എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അത്രയൊക്കെ ആത്മാർത്ഥതയേ ഉള്ളൂ. അവർ അവർ കുറയ്ക്കാൻ ശ്രമിക്കും. നമ്മൾ അതേസമയം നമുക്ക് നല്ല രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരുന്ന നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് ആ റഷ്യൻ ഓയിൽ, അപ്പം ഇങ്ങനെ ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ ഒന്നുകിൽ അത് വാങ്ങിക്കുന്ന രീതി 2% വെച്ചോ ഒരു 5% വെച്ചോ ഒക്കെ അങ്ങ് നിർത്താം പരമാവധി. നമ്മളല്ല, ഇതാണ് അവസരം എന്ന് കണ്ടി ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ആയിട്ട് വന്നത് യു ആർ ഫണ്ടിങ് ദ വാർ, റഷ്യൻ വാർ എന്നുള്ളതാണ്. ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. ഇതാണ് തമ്മിലുള്ളത് വ്യത്യാസം. പിന്നെ അമേരിക്കയുടെ കാര്യം പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇതാണ്, ഈ യുറേനിയം എൻറിച്ച്മെന്റിന്റെ കാര്യം